നിധി, ഈ മൗത്ത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ രോഗം സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് പ്രൊട്ടക്ഷൻ അതിനെടുക്കാൻ പറ്റിയത്? ഇപ്പോൾ അൺനോൺ ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് രോഗ സാധ്യതയുള്ളവരുമായിട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും റിസ്ക്. നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ണറുടെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്ത് പ്രൊട്ടക്ഷൻ എടുക്കാൻ പറ്റും വെച്ചാൽ ഇപ്പോൾ ആണിന്റെ കേസിൽ ചെയ്തു കൊടുക്കാനാണെങ്കിൽ ആ ലിംഗത്തിന് പുറത്ത് കോണ്ടംസ് ധരിച്ചുകൊണ്ട് മൗത്ത് ഉപയോഗിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ലേഡിയുടെ കേസിൽ ചെയ്യാനാണെങ്കിൽ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഡെന്റൽ ഡാംസ് ഉപയോഗിക്കാൻ പറ്റും. ഡെന്റൽ ഡാംസ് എന്ന് വെച്ചാൽ ഒരു റബ്ബർ ലാറ്റക്സ് കൊണ്ടുള്ള ഷീറ്റ്. അപ്പോൾ ആ ഒരു ഷീറ്റ് ആ വൾവ ഏരിയ കവർ ചെയ്തുകൊണ്ട് മൗത്ത് ഉപയോഗിച്ച് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഡെന്റൽ ഡാം എന്ന രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്യുന്നില്ലെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കോണ്ടംസില്ലേ അത് കട്ട് ചെയ്തിട്ട് നമുക്കൊരു ഷീറ്റ് പോലെ ആക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിപ്പോൾ ഒരു കോണ്ടത്തിന്റെ കേസിൽ നമുക്ക് ആ ടിപ്പ് ഏരിയയും കട്ട് ചെയ്യാം, സാവധാന ക്ഷമയോടുകൂടി കട്ട് ചെയ്യാം. ഓക്കെ, ഹെഡ് ഏരിയയും കട്ട് ചെയ്തിട്ട് അതിന് ശേഷം നീളത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ദെൻ വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലുള്ള ഒരു ഷീറ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇത് വൾവ ഏരിയ കവർ ചെയ്തുകൊണ്ട് മൗത്ത് ഉപയോഗിച്ച് സ്റ്റിമുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ് എന്നുള്ളത്. മാക്സിമം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഭാവി